ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് നടത്തുക പ്രാഥമിക അന്വേഷണം മാത്രം. കേസെടുത്ത് അന്വേഷിക്കില്ല. 6 മാസത്തിന് ശേഷം റിപ്പോർട്ട് നൽകിയാൽ മതി. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമുക്കിപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അനന്തൻ, കേസെടുക്കാൻ തന്നെ കാലതാമസം. അത് കഴിഞ്ഞ് കേസെടുക്കുമ്പോൾ അല്ലെങ്കിൽ കേസെടുത്ത് അന്വേഷിക്കുമെന്ന് വിചാരിക്കുമ്പോൾ ഇത് ആരെ പറ്റിക്കാനുള്ള അന്വേഷണ പ്രഹസനമാണ്? ആര്യ, ADGP MR അജിത് കുമാറിനെതിരെ ഇന്നലെ വൈകിട്ടാണ് സർക്കാർ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ആ ഉത്തരവിന്റെ പകർപ്പ് ഇന്ന് വിജിലൻസ് ഡയറക്ടർക്ക് ലഭിച്ചു. തുടർന്നാണ് അന്വേഷണ സംഘത്തെ തീരുമാനിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 1-നാണ് അന്വേഷണ ചുമതല. സംസ്ഥാന വ്യാപക ജൂറിസ്ഡിക്ഷനുള്ള യൂണിറ്റാണ്. ഈ യൂണിറ്റാണ് MR അജിത് കുമാറിനെതിരെയും സുജിത് ദാസ് IPSനെതിരെയുമുള്ള ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുക. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിജിലൻസ് എൻക്വയറി മാത്രമാണ് നടക്കുന്നത്. അതായത് SIU 1 നടത്തുക പ്രാഥമിക അന്വേഷണം മാത്രമാണ് ഈ ആരോപണങ്ങളിൽ. ആ അന്വേഷണം നടത്താൻ തന്നെ 6 മാസത്തെ സാവകാശം ഈ യൂണിറ്റിന് ലഭിക്കും. SP ജോണിക്കുട്ടിയുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. 6 മാസത്തിനകം 6 മാസം എടുത്ത് ഈ അന്വേഷണം നടത്തി ഈ ആരോപണങ്ങളിൽ ഒരു കേസെടുത്തുള്ള അന്വേഷണത്തിന് കഴമ്പുണ്ടോ എന്നുള്ള പരിശോധനയാണ് നടക്കുന്നത്. അതിനുശേഷം കേസെടുക്കാൻ കഴമ്പുണ്ടെങ്കിൽ ഒരു അന്വേഷണത്തിന് ശുപാർശ ചെയ്തുകൊണ്ട് റിപ്പോർട്ട് നൽകാം. അതല്ലെങ്കിൽ ഈ ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ട് നൽകാം. അങ്ങനെ 6 മാസത്തിന് ശേഷം മാത്രം റിപ്പോർട്ട് നൽകിയാൽ മതി എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ അന്വേഷണം തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ADGP MR അജിത് കുമാറിനെതിരെയും സുജിത് ദാസിനെതിരെയും വിജിലൻസിന്റെ അന്വേഷണം ഒരുപക്ഷെ കണ്ണിൽ പൊടിയിടാനാണോ എന്നുള്ള ആരോപണം ഉയർന്നേക്കാവുന്ന രീതിയിലാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ആര്യ, അതായത് അനന്തൻ, ഇപ്പോൾ നടക്കാൻ പോകുന്ന കാര്യമെന്ന് പറഞ്ഞാൽ കേസെടുക്കണോ? അതായത് ഇപ്പം ഗുരുതരമായ ആരോപണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അത് ഉന്നയിച്ചത് ഭരണപക്ഷത്തു നിന്നുള്ളൊരു MLA ആണ്. ആ MLA ഉന്നയിച്ച കാര്യങ്ങളിൽ അത് അന്വേഷിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനാണ് ഇപ്പോൾ പ്രാഥമികമായി വിജിലൻസ് പോകുന്നത്. തീർച്ചയായിട്ടും PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങൾ, അതിനൊപ്പം തന്നെ PV അൻവർ MLA മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി, അതിനൊപ്പം DGP നൽകിയ വിജിലൻസ് അന്വേഷണ ശുപാർശ, ഇത് രണ്ടും പരിഗണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ വിജിലൻസ് അന്വേഷണത്തിനുള്ള ഉത്തരവ് ഇട്ടത്. ആ വിജിലൻസ് അന്വേഷണ ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട് 5 കാര്യങ്ങൾ. PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിലെ 5 കാര്യങ്ങളാണ് വിജിലൻസ് അന്വേഷിക്കേണ്ടത്. അതും ഏറ്റവും സുപ്രധാനമായ, ഏറ്റവും ഗൗരവപൂർണ്ണമായ ആരോപണങ്ങൾ. അതിൽ സ്വർണ്ണക്കടത്തുണ്ട്, സ്വർണം തട്ടിക്കൊണ്ടുപോയി കൃത്രിമം കാണിച്ചതുണ്ട്, കവടിയാറിലെ വീട് നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. സുജിത് ദാസും ADGPയും ഡാൻസ് ഓഫ് ടീമും അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണമുണ്ട്. അപ്പോൾ ഈ അന്വേഷണത്തിൽ ഒരു വിജിലൻസ് അന്വേഷണം വരും എന്ന് സർക്കാർ തീരുമാനിച്ചപ്പോൾ അതൊരു ഗൗരവമായ അന്വേഷണമാകും എന്നാണ് കരുതിയത്. പക്ഷേ ഇപ്പോൾ നിലവിൽ വിജിലൻസിന്റെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് വിജിലൻസ് എൻക്വയറി മാത്രമാണ്. അതായത് 6 മാസത്തിനകം പ്രാഥമിക അന്വേഷണം നടത്തി ഇതിൽ കേസെടുക്കാൻ കഴമ്പുണ്ടോ എന്നുള്ളൊരു റിപ്പോർട്ട്. ഇതിനും പലതരത്തിലുള്ള ആരോപണങ്ങൾ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെതിരെയും സർവീസിലുള്ളവർക്കെതിരെയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സാധാരണ എടുക്കുന്ന ഒരു രീതി ഇങ്ങനെ തന്നെയാണ്. അതായത് ആദ്യം എൻക്വയറി, പിന്നെ കേസ്. അത് തന്നെയാണോ? ഇങ്ങനെ 6 മാസമൊക്കെ എടുത്താണ് കേസ് എടുക്കണോ എന്ന് ആലോചിക്കുന്നത്, അങ്ങനെയാണോ? പല രീതിയിൽ വിജിലൻസിന്റെ അന്വേഷണമുണ്ട്. ക്വിക്ക് വെരിഫിക്കേഷൻ നടത്താം, പ്രൈമറി എൻക്വയറി നടത്താം, വിജിലൻസ് എൻക്വയറി നടത്താം, വിജിലൻസ് ഇൻവെസ്റ്റിഗേഷൻ നടത്താം. വിജിലൻസിന്റെ പരിധിയിലേക്ക് ഒരു പരാതി വരുമ്പോൾ കേസെടുത്ത് അന്വേഷണം നടത്താനുള്ള അധികാരവും വിജിലൻസിനുണ്ട്. അതേസമയം ഇതുപോലെയുള്ള ക്വിക്ക് വെരിഫിക്കേഷനോ പ്രൈമറി എൻക്വയറിയോ അതല്ലെങ്കിൽ വിജിലൻസ് എൻക്വയറിയോ നടത്താം. ഇതിലിപ്പോൾ വിജിലൻസ് എൻക്വയറി എന്ന വിഭാഗത്തിലാണ് ഈ അന്വേഷണം പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പ്രാഥമിക അന്വേഷണം നടത്തുക, അതിനുശേഷം 6 മാസത്തിനുള്ളിൽ ഒരു അന്വേഷണ റിപ്പോർട്ട് ഈ സംഘം നൽകിയാൽ മതി. അതിൽ ഇത്രയും ആരോപണങ്ങളിൽ എന്തെങ്കിലും കഴമ്പുള്ള സംഭവങ്ങളുണ്ടോ, കേസെടുക്കാനുള്ളതുണ്ടോ എങ്കിൽ മാത്രം കേസെടുക്കാം എന്ന് കാട്ടി ഒരു റിപ്പോർട്ട് കൊടുക്കും. പിന്നീടാണ് അതിൽ കേസെടുത്ത് ആരന്വേഷിക്കണം എന്നൊക്കെയുള്ള തീരുമാനത്തിലേക്ക് എത്തുക. ഏതായാലും നിലവിൽ ADGP MR അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം, വിജിലൻസ് അന്വേഷണം ഉടനെങ്ങും പൂർത്തിയാകില്ല. അതിനിയും കാലതാമസം എടുക്കും. അതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണ ഇൻവെസ്റ്റിഗേഷനിലേക്കൊക്കെ പോകാൻ തൽക്കാലം വലിയ സാവകാശം സർക്കാർ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ADGPയെ സംരക്ഷിക്കുന്ന നിലപാട് മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും തുടരുന്നു എന്നുള്ളൊരു ആരോപണവും ഒരു പഴിയും ഇനിയും കേൾക്കേണ്ടി വരും എന്നത് കാര്യം ഉറപ്പാണ്. ആര്യ.